ഈ രാജാമ്പാറ ആദിവാസി ഊരെന്ന് പറയുന്നത് രാജഭരണ കാലഘട്ടം മുതൽ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യമുണ്ടായ ഒരു ഊരുകളിൽ ഒന്നാണ് രാജാമ്പാറ ഊര്. ഒരുപക്ഷെ ഈ നമ്മുടെ ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ തിരുവാഭരണം ആദ്യമായി കടന്നു വരുന്ന ആ കാലഘട്ടത്തിലും ഈ ആദിവാസി ഊരുണ്ട്. ഒരുപക്ഷെ ശബരിമല കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മലമ്പണ്ടാര എന്ന് പറയുന്ന ഒരു ഗോത്രം ആണ് ഇവിടെ ഈ ഭൂമി വെട്ടിത്തെളിച്ച് ഇവിടെ താമസിച്ചത്. അതിൻ്റെ ഒരു കാലപ്പഴക്കമാണ് ഞാൻ പറയുന്നത്. തിരുവാഭരണം ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഇവിടുത്തെ ആദിവാസികളാണ് മലയ്ക്ക് പോകുന്നതിന് വഴി വെട്ടിത്തെളിച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ആ പാരമ്പര്യം ഈ രാജാമ്പാറ ആദിവാസി ഊരിനുണ്ട്. മറിഞ്ഞപ്പം പെണ്ണും മറിഞ്ഞേ തകതെയ്തോം ചെയ്താര രണ്ടാം കണ്ടത്തിൽ തൈത നിരത്തി തകതെയ്തോം ചെയ്താര തൈതപ്പുറം കയറി നില്ലടി പെണ്ണേ തകതെയ്തോം ചെയ്താര തൈത മറിഞ്ഞപ്പം പെണ്ണും മറിഞ്ഞേ തകതെയ്തോം ചെയ്താര നിരത്തി തകതെയ്തോം ചെയ്താര തൈതപ്പുറം കയറി നില്ലടി പെണ്ണേ തകതെയ്തോം ചെയ്താര പെണ്ണും മരണത്തിൽ തൈത നിരത്തി തകതെയ്തോം ചെയ്താര തകതപ്പുറങ്ങും പെണ്ണും മറിഞ്ഞേ തകതെയ്തോം ചെയ്താര റാം കണ്ടത്തിൽ തകത നിരത്തി തകതെയ്തോം ചെയ്താര തകതപ്പുറം കയറി നില്ലടി പെണ്ണേ തകതെയ്തോം ചെയ്താര. അത്തം മുതൽ 10 ദിവസവും ഞങ്ങൾ ഓണക്കളിയാണ് നാട്ടിലെ. അങ്ങനെ 10 ദിവസം ഞങ്ങൾ ഓണക്കളിയാണ്. ഇതുപോലെ പശുവും പുലിയും ഇതെല്ലാം എല്ലാ പരിപാടിയും ഞങ്ങൾ നാട്ടും പുറത്തുണ്ട്. എല്ലാം ഇതുപോലെ തുമ്പി തുള്ളലേ, പിന്നെ പശുവും പുലിയും കളിക്കും. പിന്നെ അല്ലാതെ ഈ തിരുവാതിര അത് പാട്ട് പാടുമ്പോൾ 10 വളയം പാടുമ്പോൾ അത് തുള്ളും. അങ്ങനെ കൂടാമുതടി കൂടാമുതടി കൂടത്തി പെണ്ണേ നിന്റെ കൂടത്തിന്റെ വില ചൊല്ലടി കൂടത്തി പെണ്ണേ ഒന്ന് വെച്ച നാത്തൂമാരെ മീൻകളി കാണാൻ പോരുന്നോ മീൻകളി വരുമ്പോൾ മീൻ്റെ വാലെ പൂവാലെ കൂടാമുതടി കൂടാമുതടി കൂടത്തി പെണ്ണേ നിന്റെ കൂടത്തിന്റെ വില ചൊല്ലടി കൂടത്തി പെണ്ണേ ഒന്ന് വെച്ച നാത്തൂമാരെ മീൻകളി കാണാൻ പോരുന്നോ മീൻ കളിച്ചു കുറിഞ്ഞു വരുമ്പോൾ മീൻ്റെ വാലെ പൂവാലെ കൂടാമുതടി കൂടാമുതടി കൂടത്തി പെണ്ണേ നിന്റെ കൂടത്തിന്റെ വില കൂടത്തി പെണ്ണേ 7 വെച്ച നാത്തൂമാരെ മീൻകളി കാണാൻ പോരുന്നു മീൻ കളിച്ചു മറിഞ്ഞു വരുമ്പോൾ മീൻ്റെ വാലെ പൂവാലെ കൂടാമുതടി കൂടാമുതടി കൂടത്തി പെണ്ണേ നിന്റെ കൂടത്തിന്റെ വല്ല വില ചൊല്ലടി കൂടത്തി പെണ്ണേ. അതെ, നമ്മൾ ആദ്യമേ ഇപ്പം ഇങ്ങനെ റൗണ്ട് നിൽക്കുക, നിന്നിട്ട് വട്ടം കൂടി നിന്ന് വെച്ച് നമ്മളിങ്ങനെ ആദ്യമേ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ആദ്യത്തെ പാട്ട് ഇപ്പോൾ 1 വെറ്റ നാത്തൂമര അത് 10 വരെ നമ്മൾ പാടും. അപ്പോൾ 10ാമത്തെ വരുമ്പോഴത്തേക്ക് നമ്മൾ തുള്ളു തന്നെ അത് പിന്നെ നിർത്തണം നമ്മൾ. പക്ഷേ ഇടയ്ക്ക് പോകുന്നതുകൊണ്ടാണ് ഈ തുള്ളൽ പിന്നെ ഞങ്ങളിങ്ങനെ നീണ്ടു വരുന്നത്. ഈ 10ാമത്തെ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് തുള്ളി ചുറ്റി നമ്മൾ വീഴും. അതാണ് അത്. കുറേ പാട്ടുണ്ട്. 1 സരസ്വതി ഗണപതി ഓഹോ അതും അതുപോലെ തന്നെ. അത് 3-4 കുറേ സൈസ് പാട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ പാടി ഇങ്ങനെ തുള്ളും. അതുപോലെ തുമ്പി തുള്ളൽ, കുടമൂത്തെ, ഇതിനെല്ലാം തുള്ളുന്നതാണ്. ഇപ്പോൾ തുള്ളാത്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൂവറക്കാൻ പോരുന്നുണ്ടോ പിന്നെ തൂപ്പേ ഇതൊക്കെ ഉള്ളൂ നമ്മൾ തുള്ളാതിരിക്കുന്നത്. ബാക്കിയെല്ലാം തുള്ളുന്ന പാട്ടാണ്. ഓണപ്പരിപാടി അങ്ങനെയാണ്. നമ്മൾ ലാസ്റ്റ് തുള്ളിയാണ് ആ കളം ഒഴിക്കുന്നത്. പിന്നെ തുമ്പി തുള്ളി കളം പിന്നെ അത്തപ്പൂ ആരുവ. പിന്നെ പുള്ളിമാൻ മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണുളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് കണ്ട നേരത്ത് കള്ളക്കണ്ണുളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് കന്നിപ്പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടും നീ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ പുള്ളിമാൻ മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക് അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ പുള്ളിമാൻ മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരേക്ക്. നമ്മൾ അത്തം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ 10 ദിവസവും പൂക്കളം ഇടും. ഓരോ വീട്ടിലും ഇടും. ഒരു വീട്ടിൽ മാത്രമല്ല, എല്ലാ വീട്ടിലും ആ പൂക്കളം ഇടും. ഊരിലെ പൂക്കളം ഇടും. അതോടൊപ്പം തന്നെ പിന്നെ തിരുവോണ നാളിൽ വൈകിട്ട് നേരം വെളുക്കോളം നമ്മൾ പുരുഷന്മാരടക്കം പ്രായമുള്ളവരടക്കം, അതായത് പശുവും പുലിയും കളിയും ഒക്കെ അടിച്ചു പൊളിച്ച് ഒരു ദിവസമല്ല
അത് എന്ന് 28 ഓണം ആഘോഷിക്കുമായിരുന്നു. ആ കയ്യിലെ വഴുക്ക പൊന്നപ്പന്ത്ര കയ്യിലെ വഴുക്ക നടുക്കിരിക്കുന്ന തവിക്കണ മൂഞ്ചി ദേദേ പോകുന്നു ചെമ്പഴുക്ക ഒരു വലം ചുറ്റി 2 വലം ചുറ്റി ദേദേ പോകുന്നു ചെമ്പഴുക്ക ആ കയ്യിലെ വഴുക്ക പൊന്നപ്പന്ത്ര കയ്യിലെ വഴുക്ക നടുക്കിരിക്കുന്ന തവിക്കണ മൂഞ്ചി ദേദേ പോകുന്നു ചെമ്പഴുക്ക ഓടുന്നുണ്ടേ മാണിക്ക ചെമ്പഴുക്ക വഴുക്ക ആരൊക്കെ കൊണ്ടുപോയോ എൻ്റെ മാണിക്ക ചെമ്പഴുക്ക വഴുക്ക ആരൊക്കെ കൊണ്ടുപോയോ എൻ്റെ മാണിക്ക ചെമ്പഴുക്ക ആ കയ്യിലെ വഴുക്ക പൊന്നപ്പന്ത്ര കയ്യിലെ വഴുക്ക നടുക്കിരിക്കുന്ന തവിക്കണ മൂഞ്ചി ദേദേ പോകുന്നു ചെമ്പഴുക്ക പോകുന്നു ചെമ്പഴുക്ക ഒരു വലം ചുറ്റി 2 വലം പോകുന്നു ചെമ്പഴുക്ക ഓടുന്നുണ്ട് മാണിക്ക ചെമ്പഴുക്ക മാണിക്ക ചെമ്പഴുക്ക തറ പോയി. ശബരിമല കാടുകളിൽ അലഞ്ഞ് ജീവിച്ച മലമ്പണ്ടാര ഗോത്രത്തിൽപ്പെട്ടവരാണ് രാജാമ്പാറ ഈ ഊരിൽ താമസമാക്കിയത്. ഇപ്പോഴും ഊരുകളിൽ താമസിക്കാൻ കഴിയാതെ ശബരിമല കാടുകളിൽ അലഞ്ഞ് ജീവിക്കുന്ന ഏകദേശം 100ഓളം കുടുംബങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ഈ രീതിയിൽ മാറിയെങ്കിൽ പോലും അവർക്ക് ആ രീതിയിൽ മാറാൻ കഴിഞ്ഞിട്ടില്ല. പഴയ പ്രാകൃതമായ വേഷത്തിലും പ്രാകൃതമായ ചിന്തയിലും കഴിയുന്ന ഒരു വിഭാഗം, ഓണം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു വിഭാഗം ആദിവാസികൾ നമ്മുടെ ഈ ശബരിമല കാടുകളിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് മഞ്ഞത്തോട്. പരമ്പരാഗതമായ ഒരുപാട് പരിപാടികൾ പിന്നെ ഓണാഘോഷത്തിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഗോത്രത്തിൻ്റെയൊക്കെ പരിപാടികളൊക്കെ നിലനിന്ന് വന്നിരുന്നു. പക്ഷേ പുതിയ കാലഘട്ടത്തിൻ്റെ ഈ സാധ്യതകൾ വന്നപ്പോൾ, അല്ലെ പുതിയ കാലഘട്ടം കടന്നു വന്നപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള കലാരൂപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ പുതിയ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം, ഈ ഡീസെൻട്രലൈസേഷൻ ശേഷം നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്തുകളുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ആ മാറ്റവും ഇതിനൊക്കെ കാരണമായിട്ടുണ്ട്. എൻ്റെ കൂടെ പോരുമോ നീ ഇവിടെ പോന്നാലോ എന്തെല്ലാം തരുമില്ലേ. എല്ലാ തുമ്പിക്കും നാണമുണ്ട്, നമ്മുടെ തുമ്പിക്ക് നാണമില്ലേ. എല്ലാ തുമ്പിക്കും നാണമുണ്ട്, നമ്മുടെ തുമ്പിക്ക് നാണമില്ലേ. തുള്ളട്ടെ അങ്ങനെ തുള്ളട്ടെ നമ്മുടെ തുമ്പി തുള്ളട്ടെ, തുള്ളട്ടെ അങ്ങനെ തുള്ളട്ടെ നമ്മുടെ തുമ്പി തുള്ളട്ടെ. ഒരുപക്ഷെ അവിടെ നിന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും ആദ്യമായിട്ട് കാണുന്ന പല കലാരൂപങ്ങളുമാണ് നമ്മുടെ ചേച്ചിമാരവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു നമ്മുടെ പരമ്പരാഗതമായ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പരമ്പരാഗതമായ ഓണാഘോഷ പരിപാടികൾ വീണ്ടും ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ന്യൂസ് മലയാളത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ന്യൂസ് മലയാളം
ഞങ്ങളുടെ ഓണാശംസകൾ.